Assalamualaikum warahmatullahi wabarakatuh. Welcome back to our channel. ഒരു ഈവനിങ് ടൈമാണ് ഗൈസ് ഇത്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറേ വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ എന്താ പറയുക, വലിയൊരു സ്വപ്നം എന്ന് വേണം പറയാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ഈ ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി പാത്രങ്ങൾ. അപ്പോൾ അതിൻ്റെ സെയിൽ താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഒഫീഷ്യലി അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടോ. അതിൽ ഇനിയൊരു കാര്യം, ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മക്കളെയൊക്കെ വിട്ടിട്ട് ഒരു യാത്ര പോവാണ് ഗൈസ്. വലിയൊരു യാത്ര. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ കുറേ ദിവസത്തിന് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അറിയില്ല എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റുമോ, എങ്ങനെയാണ്, എന്താണ്, ഏതാണ് എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ കുറേ ആയിട്ട് അധികം വീഡിയോസ് ഒന്നും ഇല്ല. പക്ഷെ എങ്കിലും ഇനി കുറച്ച് ദിവസത്തിന് എന്നെ നിങ്ങൾ മിസ് ചെയ്യുമെന്നൊന്നും അറിയില്ല, ഞാൻ നിങ്ങളെ മിസ് ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെന്താണ്, അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ, എന്താ സംഭവം എന്നുള്ളത്. ഇപ്പം ഞാൻ അമ്മാനൊന്ന് കാണാനായിട്ട് പോവാണ്, ഒരാവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ, അതായത് ഈ വീഡിയോ എപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യാന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു വീഡിയോ ആയിരിക്കും, അതിന് ശേഷമായിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നാളെ മലപ്പുറത്തേക്ക് പോകണത് കഴിഞ്ഞിട്ട് നേരെ നാളെ കൊച്ചിയിൽ നമ്മൾ പോകുന്നു. അവിടെ നിന്ന് നേരെ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു പ്ലാന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പാക്കിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോവാം. ഇപ്പം എന്താ പറഞ്ഞ് അബി എനിക്ക് ഉച്ചിട്ട് പോയില്ല, എങ്ങനെ ഒന്നുകൂടി പറയാം. ഇപ്പൊ കാണാലോ ആരാണ് വെറുതെ ആകണത്. ചുച്ചിനെ ഇച്ചു ബേബിനെ കൂട്ടിയിട്ട് പോകൂലോ, ഇച്ചു ബേബിനെ കൊണ്ടുപോകൂല, എന്നെ കൊണ്ടുപോകൂല. കൊണ്ടുപോകാത്ത ആൾക്കാർ ഞങ്ങളൊന്നും എടുത്തു തരൂല. ഈ 3 പെൺകുട്ടികള്. വാവ്, സൂപ്പർ, മാഷാഅല്ലാ മാഷാഅല്ലാ. അതൊന്നും നീങ്ങുന്നത് അതെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ, കിം കാർഡാഷിയൻസിന്റെ വൈറൽ സാൽമൺ സ്പേം ഫേഷ്യൽ ഇല്ലേ, അത് ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ വിചാരിക്കും സ്പേം ഫേഷ്യലോ എന്താന്നുള്ളത് അല്ലേ. ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള സാൽമൺ സ്പേമിന്റെ DNA ഡോക്ടർ ഷെത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഡോക്ടർ ഷെത്തിന്റെ ബക്ചിയോൾ ആൻഡ് PDRN ആംപ്യോൾ സീറോ ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനെ ട്രാൻസ്ഫോം ചെയ്ത് യൂത്ത്ഫുള്ളും ഹൈഡ്രേറ്റഡും ഫേമസ് സ്കിന്നാക്കി തരും കേട്ടോ. പവർ ഓഫ് PDRN ബക്ചിയോൾ ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ PDRN ആണ്. ഇത് മെഡിക്കലി ഗ്രേഡഡ് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് സാൽമണിൻ്റെ DNAയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. റെവല്യൂഷണറി ആൻറ്റി ഏജിങ് റീജനറേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ട്രഡീഷണൽ സ്കിൻ കെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ സർഫേസ് മാത്രമാണ് നേരെയാക്കുന്നത്. പക്ഷേ PDRN അതിൻ്റെ ബയോളജിക്കൽ മെക്കാനിസം വെച്ചിട്ട് ഡീപ്പർ സെല്ലുലാർ ലെവൽ വരെ എത്തി അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ലൈറ്റ് വെയ്റ്റും ആണ്, അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർബും ആവുന്ന ഒരു ടെക്സ്ചറാണ് കേട്ടോ. ഇത് വന്നിട്ട് പവർ ഓഫ് PDRN ആൻഡ് ബക്ചിയോൾ ആണ്. ബക്ചിയോൾ വന്നിട്ട് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നു. ഇതൊരു റെവല്യൂഷണറി ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ യൂത്ത്ഫുൾ സ്കിൻ കിട്ടാനും വേണ്ടിയിട്ട് പ്യൂരിഫൈഡ് സാൽമൺ DNA ആയ PDRN നമ്മുടെ ഡീപ്പർ സെല്ലുലാർ ലെവൽ വരെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴേ PDRN ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ ഇഫ് യു വാണ്ട് യൂത്ത്ഫുൾ പ്ലം ആൻഡ് ഫേമർ സ്കിൻ, ട്രൈ നൗ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ എല്ലാറ്റിലും അവൈലബിൾ ആണ്. ഡോക്ടർ ഷെത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡായ സിലു 2025 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ടും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് തരാം. അപ്പോൾ നമ്മൾ ടൗണിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ ഇക്ക, റനക്കുട്ടി കുറച്ച് സാധനങ്ങളൊന്നും വാങ്ങാനുണ്ട്. അത് വാങ്ങിയിട്ട് തിരിച്ചു വരും. എന്നിട്ട് നാളെ എത്ര മണിക്ക് ഇറങ്ങും? ഒരു 7 മണിക്ക് അല്ലേ. മലപ്പുറം ഒരു 11 മണിക്ക് എത്തണം. അവിടെ
കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് താക്കോൽദാന ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ എനിക്ക് വാങ്ങാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സുഡിയോയിൽ പോയി വാങ്ങി. അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി മുടി വെട്ടാനുണ്ടായിരുന്നു. അങ്ങനെ മുടി വെട്ടുക മീൻസ് മുടിക്ക് ചെറിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഭയങ്കര ഹെയർ ലോസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു 3 മാസം കൂടുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഷോപ്പിലേക്ക് കയറി റാനക്കുട്ടിക്ക് ഫുഡ് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അമ്മി വിട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറി. അതിൽ ഈ ഒരു സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു പ്രാവശ്യം ആ ഒരു വായ മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. മീൻസ് എനിക്കൊരു മധുരത്തിൻ്റെ ഒരു ഇത് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാൻ കഴിച്ചില്ല. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ അലമാരയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ. എങ്ങോട്ടാണ് പോണത് എന്താ ഇത് എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഇപ്പോൾ ജസ്റ്റ് പാക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഷോള് ശരിക്കും പറഞ്ഞാൽ ഒന്നും പാക്ക് ചെയ്യാനും മാത്രം എടുത്തൊന്നും വെച്ചിട്ടില്ല. കുറച്ച് പുതിയ ഡ്രസ്സുകൾ മാത്രം ബാഗിനടുത്ത് വെച്ചു എന്നല്ലാതെ ഹിജാബ്സ് കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അലക്കാനും വേണ്ടിയിട്ട് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ മൊത്തത്തിൽ ഓരോന്ന് വലിച്ചിട്ടിട്ടും അവരുടെ കളികളിൽ ഏർപ്പെട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറേ തുണികളൊക്കെ അലക്കാനിട്ടതിൽ ചിലതൊക്കെ എനിക്ക് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ചിലതൊന്നും ഇത് പോയിട്ടില്ല, വെള്ളം ശരിക്കും പോയിട്ടില്ല ഹിജാബുകൾ. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ താൽക്കാലികം എടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിൻ്റെ പിറ്റേ ദിവസം മലപ്പുറം പോകേണ്ട ആവശ്യമുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് വന്നതാണ്. ശരിക്കും ടൈറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ ശ്വാസം വിടാൻ പോലും സമയം കിട്ടില്ല എന്നൊക്കെ പറയില്ലേ, എന്ന പോലത്തെ ദിവസങ്ങളായിരുന്നു മൊത്തത്തിൽ. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്യാനും ചിലത് ഷൂട്ട് ചെയ്യാനും പ്രൊമോഷൻ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. പക്ഷേ നമ്മുടെ എന്താ പറയുക, നമ്മൾ കുറേ കാലം കാത്തിരുന്ന് നമ്മുടേതായിട്ടുള്ളൊരു ആഗ്രഹം നടക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലം കാണുക എൻ്റെ അത്താൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. എൻ്റെ ഈ ഒരു ഫർണിച്ചർ ഷോപ്പും എൻ്റെ ഈ പാത്രങ്ങളുടെ സെയിൽ കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പം അത് ഔദ്യോഗികമായിട്ട് നടക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അറിയിക്കാം കേട്ടോ, നമ്മൾ എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. എനിക്ക് കുട്ടികൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മീൻ്റെ തിരക്ക് കാരണം എക്സാം കാര്യങ്ങളൊക്കെ ആയി, അവർക്കും എക്സാമൊക്കെ ആയപ്പോൾ ലഞ്ച് ബോക്സ് നോർമലി നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരും ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഷൂട്ടും ഉണ്ട്. അപ്പോൾ ആ ഷൂട്ടുള്ള ദിവസം എങ്ങനെയായിരിക്കും അന്നത്തെ കുക്കിങ് കാര്യങ്ങൾ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇതിൽ കാണിക്കാം കേട്ടോ. പിന്നെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചിക്കൻ ബീഫ് മട്ടൺ ഇങ്ങനെയൊന്നും മീൻ ഒന്നും വാങ്ങാറില്ലേ, എപ്പോഴും വെജിറ്റേറിയൻ ആണോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. വെജിറ്റേറിയൻ ഒന്നല്ല, ഇവിടെ ഡെയിലി മീനോ അല്ലെങ്കിൽ ഇറച്ചിയോ എന്തെങ്കിലും ഇക്കാക്ക് മസ്റ്റായിട്ട് വേണം. അതെപ്പോഴും ഉണ്ടാവും, ഓൾവേസ് ഉണ്ടാവും മീൻ. ചിലപ്പോൾ നമുക്കെന്നെ തിന്ന് മടുക്കുമെന്ന് അറിയില്ല, അതേപോലെ അവസ്ഥയിൽ മീൻ കണ്ട് വെറുക്കും. റാനക്കുട്ടിക്ക് എപ്പോഴും എന്തെങ്കിലും വെജിറ്റബിൾസ് വേണം. പക്ഷെ ഞാൻ എല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അങ്ങനെ നമ്മൾ എല്ലാ സംഭവങ്ങളും ഷൂട്ട് ചെയ്ത് കാണിക്കാറില്ല. ഒരു റെസിപ്പി ഉള്ള നിരക്കുള്ള സംഭവങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്ത് നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഇപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേര് ഓരോന്ന് പറയും. അപ്പോൾ ചില ഷൂട്ടിനൊക്കെ ഈ ബ്രാൻഡുകാർ അവർ സെലക്ട് ചെയ്യും ഡ്രസ്സ്, ഇന്ന കളറ് വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല. ഈ ഡ്രസ്സ് ഇക്കാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, എനിക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, റാനക്കുട്ടിക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ മഷ്റൂം നല്ല ഫ്രഷ് മഷ്റൂമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്താ മഷ്റൂം വെക്കണമെന്ന് നിങ്ങൾ ആലോചിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ നമ്മൾ ഈ റെസിപ്പിക്ക് എടുക്കുന്ന ഓരോ സംഭവങ്ങളും നല്ല ക്യൂട്ടായിട്ട് പാത്രങ്ങളിലൊക്കെ അറേഞ്ച് ചെയ്ത് ആ ഒരു രീതിക്ക് തന്നെ വെക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ ചില ബ്രാൻഡുകാരുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പക്ക പ്രൊഫഷണലി നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ അത്രയ്ക്കും അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യണം. അവർ ഓരോ ആംഗിൾ കാര്യങ്ങളടക്കം അവർക്ക് നിർബന്ധം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മൈൻഡിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ 1 മിനിറ്റ് 1.5 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ അതിൻ്റെ പുറകിൽ 4 മണിക്കൂറിൻ്റെ പണികളുണ്ടാവും കേട്ടോ. അങ്ങനെ 4 മണിക്കൂറോളം പണിയെടുത്ത ഒരു സംഭവമാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ. നമ്മൾ മഷ്റൂം സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് കുട്ടികൾക്ക് കഴിക്കാനും ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്.
പിന്നെ ബ്രെഡ് വന്നിട്ട് വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ഹെൽത്തി അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലർ ചോദിക്കും, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. വീറ്റ് ബ്രെഡാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഹെൽത്തി തന്നെയാണ്. പിന്നെ ഇതേ കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, നട്ട്സിൽ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എൻ്റെ മക്കൾക്ക് ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനും വേണ്ടിയിട്ട്. പിന്നെ ഇതേ കുറച്ച് മൊസറല്ല ചീസും കൂടെ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഷൂട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ നല്ല സ്റ്റൈലായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല സ്റ്റൈലായിട്ട് എല്ലാം ഇതേ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ മടുപ്പ് കാണിക്കാതെ ഒരു ഇഷ്ടപ്പെട്ട രീതിയിലേക്ക് നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ അതേ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പാത്രം എടുക്കുന്നുണ്ട്. പാത്രങ്ങളുടെ കാര്യത്തിലും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ ചോദിക്കാറില്ലേ ഈ പാത്രങ്ങൾ നല്ല രസമുണ്ട്, ചിലർ പറയാറുണ്ട്. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഈ വീഡിയോയിലൊന്ന് പറയണേ. സിലുവിൻ്റെ പാത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കാണാറുണ്ട്, അല്ലെങ്കിൽ കിച്ചൺ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ കാണാറുണ്ട്. നേരിട്ട് കണ്ടവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ട് ഒരു കാര്യം ചെയ്തിട്ട് അതൊരാൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ. അങ്ങനെ പിന്നെ ദേ മഷ്റൂംസ് എല്ലാം ആദ്യം വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഭംഗിക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുത്തു. പിന്നെ എല്ലാം കൂടെ ഒരൊറ്റയിടലായിരുന്നു. ഇത് വന്നിട്ട് മഷ്റൂംസ് ആദ്യം വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പുറത്തേക്ക് വരും. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറിൽ വരും. നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. ഇതിൽ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇടുന്നില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ ഇത്ര മാത്രം മതി. നിങ്ങൾ മഷ്റൂം ഇതുവരെ കഴിക്കാത്തവർ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിച്ച് കഴിച്ച് നോക്കുക. ഇതിനത്ര ഈ ഒരു ബോക്സിന് 60 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, മീൻ വാങ്ങേണ്ട പൈസ പോലും ആവുന്നില്ല. ഒരു ബോക്സ് തന്നെ ധാരാളമാണ് ചെറിയൊരു ഫാമിലിക്ക്. പിന്നെ കുറച്ച് കസൂരി മേത്തി ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതേ നമ്മുടെ സ്റ്റവ് നമ്മൾ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ബ്രെഡ് സ്ലൈസൊക്കെ വെച്ചിട്ട് അതിലേക്ക് നല്ല ഭംഗിയിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് മഷ്റൂംസ്. പിന്നെ അതിലേക്ക് മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചീസ് സ്ലൈസ് ഇല്ലേ, ചെഡാർ ചീസ് സ്ലൈസാണ്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ കുട്ടികൾ വെറുതെ കഴിക്കും കേട്ടോ. ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ളവർക്ക് കൂടി ഉള്ളത് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയാണെന്നറിയോ, ഫസ്റ്റ് ഒന്ന് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊപ്പോസിഷനിൽ ഷൂട്ട് ചെയ്യും പോർട്രേറ്റ് ആയിട്ട്. അതിന് ശേഷം അടുത്തത് ചെയ്യുമ്പോൾ വീണ്ടും ചെയ്യണം. അപ്പോൾ യൂട്യൂബിൻ്റെ ആ ഒരു ലാൻഡ്സ്കേപ്പായിട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ എല്ലാ പണിയും ഒരു 4-5 പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ. ചിലത് ക്ലിപ്സ് ശരി ഉണ്ടാവില്ല, ചിലപ്പോൾ ഫ്ലിക്കറിങ് വരും. അപ്പോൾ ഈ ഓരോന്നും മാറി മാറി ഇങ്ങനെ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഈ 4 മണിക്കൂറൊക്കെ എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാണ് കേട്ടോ. കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്നും ലഞ്ച് ബോക്സ് തരും നിങ്ങൾക്ക് ഇവിടെ തന്നെ കഴിക്കാമെന്നൊക്കെ വേണ്ട. അപ്പോൾ അവർ ആ ഒരു ഹാപ്പിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ പാത്രത്തിൽ ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ അത് സക്സസ് ആയില്ല. നല്ല ഗോൾഡൻ കളർ ക്രിസ്പി ആയിട്ട് വന്നു, പക്ഷെ ഉള്ളിലുള്ള ചീസ് ഒന്നും തന്നെ മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, റനക്കുട്ടി പറഞ്ഞു ഓക്കെ നമുക്ക് ഓവനിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഓവനിൽ വെച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഷൂട്ട് ചെയ്തിട്ടില്ലേ. അപ്പോഴേക്കും എല്ലാ ചീസും നല്ല അടിപൊളിയായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ചീസ് സ്ലൈസ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഭംഗിക്കും വരില്ല. നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ട് 2 ചീസ് സ്ലൈസ് ഞാൻ അതിൻ്റെ ഉള്ളിൽ പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് ഈ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താലേ അത്രയും ആ ഒരു പെർഫെക്ഷനിൽ വരുള്ളൂ. നമ്മൾ വീട്ടിൽ ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. ആ ഒരു ചീസ് സ്ലൈസ് വെച്ച് അതായത് ആ ചീസ് മെൽറ്റായി ഒലിച്ച് വരുന്ന കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളത് ഫ്രൂട്ട്സ് ഇതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ എപ്പോഴും ലഞ്ച് ബോക്സിലേക്ക് ഇങ്ങനെയാണ് ആക്കി കൊടുക്കുന്നത്. കുട്ടികൾക്ക് ഇതൊക്കെ കുറേ ദിവസമായിട്ട് ഇപ്പോൾ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം സംഭവം നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. കാരണം എൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഭയങ്കര എക്സാം കാര്യങ്ങളും അവർക്കും എക്സാമും ഒക്കെ ആയപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ഒരു ബാലൻസ്ഡ് മീൽ, അതായത് ഇതുപോലെ ഹെൽത്തി ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ്, കുറച്ച് വെജിറ്റബിൾസ്, പിന്നെ കാർബോഹൈഡ്രേറ്റുള്ള ഫുഡ്, നട്ട്സ് ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവരെപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് ഫുൾ ഡേ ഉണ്ടാവും.
അങ്ങനെയാണ് ശരിക്കും കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ കുറേ പേര് കുറ്റം പറയും. പിന്നെ ഇത് നിങ്ങൾ കണക്കാക്കേണ്ട, ഇത് കുട്ടികളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എന്തെങ്കിലും ചെറിയ ബോട്ടിലിൽ ജ്യൂസ് ആക്കിയിട്ട് ഇപ്പോൾ നാരങ്ങ പിഴിഞ്ഞിട്ട് ഉപ്പിട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തേനിട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ അതേ അവർ കണ്ടില്ലേ ഭയങ്കര ഹാപ്പിയാണ്, അവരുടെ ടിഫിൻ ബോക്സ് കിട്ടി, അങ്ങനെ അവർ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ ഇന്ത്യയിലും ഉണ്ടാവില്ല, പുറത്തായിരിക്കും. നമ്മുടെ എല്ലാ കാര്യങ്ങളും സക്സസ്ഫുള്ളി ആവാനും ബാക്കിയുള്ള എല്ലാറ്റിനും വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആ എന്നും വേണം, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പറ്റുവാണ് ചിലപ്പോൾ കമൻസിന് റിപ്ലൈ കാര്യങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ മാക്സിമം കമൻസ് ഇടുക, ലൈക്ക് ചെയ്യാൻ മറന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ ഇതേ ഇച്ചു ബേബിക്ക് ഉണ്ടല്ലോ, അവർക്ക് എന്താണോ കൊടുത്തത് അതേപോലെ ലഞ്ച് ബോക്സിൽ തന്നെ വേണം കേട്ടോ. കാരണം അല്ലെങ്കിൽ അവളെ അവോയ്ഡ് ചെയ്തൊന്നും തോന്നില്ല. അപ്പോൾ അവൾക്ക് അതേപോലെ ലഞ്ച് ബോക്സ്, അവളായിട്ട് ഒരു ലഞ്ച് ബോക്സ് എടുത്തിട്ട് വന്നിട്ട് എനിക്കിതിലാക്കിത്താന്ന് പറയും. അങ്ങനെ അതിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മളെടുത്ത ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേഗം തിരിച്ച് ബോട്ടിൽസിലൊക്കെ ആക്കിയിട്ടോ. അപ്പോൾ അതേ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് കുട്ടികൾ എപ്പോഴും ചിലപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അമ്മയ്ക്കിപ്പോൾ തിരക്കാണ്, പക്ഷെ ഞാൻ പിന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ ചോദിക്കും, പക്ഷേ എങ്കിലും അവരത് അനുസരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.